ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 51. അപ്പോൾ എപ്പിസോഡ് 51 വരുമ്പോൾ എപ്പിസോഡിനേക്കാളും കൂടുതൽ പ്രാധാന്യമായിട്ട് നിൽക്കുന്നത് പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അഖിൽമാരാർ സിബിൻ ആ ഒരു കണ്ടന്റാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് കാണുന്ന എല്ലാവരുടെയും മനസ്സിലൊരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഉള്ളൊരു മൈൻഡാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത് ഈ ഷോ ഫേക്കാണ്, ഇനി ഇത് കാണണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് എല്ലാവർക്കും വരും. ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കും അതെ, ഇപ്പോൾ കാണാനുള്ളൊരു മൂഡ് പോയി എന്ന് തന്നെ പറയണം. ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എവിഡൻസ് തന്നിട്ട് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അവിടെ ഇവിടെ തൊടാണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പറയുമ്പോൾ ഫുള്ളായിട്ട് പറയണം. ഇപ്പോൾ സിബിൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഡ്രഗ് കൊടുത്ത കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഒരു ബ്ലഡ് ടെസ്റ്റ് മാത്രം മതി, ഈസി ആയിട്ട് പ്രൂവ് ചെയ്യും. പിന്നെ ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റൊക്കെ ഒന്നും ഒരു വാലിഡ് അല്ലാത്ത കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോസിൽ എന്തായാലും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ എപ്പിസോഡിലോട്ട് വരാണെങ്കിൽ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ജിൻഡോയും രതീഷും കൂടെ ഉള്ള ഒരു കോൺവെർസേഷനാണ്. രതീഷ് ചോദിക്കുകയാണ് എവിടെ നിന്ന് തുടങ്ങൂടാന്ന് ജിൻഡോയോട് ചോദിച്ചപ്പോൾ ജിൻഡോൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, നീയായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കട്ടെ, ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനെ കണ്ടിന്യൂ ചെയ്തൊക്കെ പോയാൽ മതി. അതായത് പുള്ളിക്കറിയാം, പുള്ളിയുടെ ഒരു കണ്ടന്റിൽ 100% കോൺഫിഡൻ്റ് ആണെന്നുള്ളതാണ്. അതായത് എത്ര തവണ ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും ഒരുപാട് തകർക്കാൻ നോക്കിയാലും തകരില്ല എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കുന്ന ഒരു മൈൻഡിൽ ഒറ്റ ലെവലിൽ കപ്പ് മാത്രം മുന്നിൽ കണ്ട് നിന്ന് പോകുന്ന ഒരാളാണ്. എത്ര പേര് അയാളുടെ എതിർ വന്നാലും അയാൾ പിടിച്ച് നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് കാണുന്നത്. എനിക്ക് പേഴ്സണലി ഓക്കെയാണ്. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ പോലും ജിൻഡോയെ ഇഷ്ടപ്പെടാനുള്ള കാരണം വെച്ചാൽ പുള്ളി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അതായത് നമ്മളെല്ലാവരും അതേപോലെയല്ല, എല്ലാവരും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കിയിട്ട് സംസാരിക്കുന്ന ആളുകളൊന്നുമല്ല. നമ്മൾ പറയുന്നത് ഒരു ദിവസം സംസാരിക്കുന്നതിൽ പകുതി മുക്കാൽ കാര്യങ്ങളിലും ഇപ്പോൾ ഇതുപോലെ കണ്ടുപിടിക്കാൻ പോകുകയാണെങ്കിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കടയിൽ നിന്ന് ഒരാൾ അതിൻ്റെ അകത്ത് പോയ പോലെ, ഒരു കോമണർ അതിൻ്റെ അകത്ത് പോയ ഫീലാണ് എനിക്ക് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്യാറ്. ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ അതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നു, അത്രേ എനിക്ക് തോന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും കൂടി അയാളുടെ ഒരു പവർ എത്തിപ്പിടിക്കാനായിട്ട് ഇപ്പോൾ കിടന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അങ്ങ് എത്തുന്നില്ല. പിന്നെ ടാങ്ക് പിടിച്ചുകൊണ്ട് റസ്മിൻ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത സിറ്റുവേഷനിലാണ് കണ്ടിന്യൂഷൻ ആയിട്ട് പവർ റൂമിനിട്ടുള്ളൊരു ട്വിസ്റ്റ് ബിഗ് ബോസ് വെച്ചത്. അതായത് പവർ ടീം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഈ വീക്ക് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെ അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ച് രണ്ടുപേര് മാറിയിട്ട് വേറെ നല്ല രണ്ടുപേരൊക്കെ ആയിട്ട് എന്നുള്ളൊരു തീരുമാനം ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ബിഗ് ബോസിന് മാത്രമല്ല പ്രേക്ഷകരും ആ ഒരു കാര്യം ബിഗ് ബോസ് പറഞ്ഞത് എന്തായാലും കറക്റ്റാണ്. പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണത്. അത്രയും ബോറ് പവർ ടീം ആയിരുന്നു ഉണ്ടായിരുന്നത്, കാര്യമായിട്ടൊന്നും ചെയ്യാത്തൊരു പവർ ടീം. അങ്ങനെ ഒരു 4 വാഴകളടങ്ങുന്ന ഒരു പവർ ടീമിൽ നിന്ന് 2 വാഴകളെ മാറ്റി വീണ്ടും 2 പടുവാഴകളെ കയറ്റിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കാര്യമില്ല, ഈ ഒരു പവർ റൂം ഒരു വാഴത്തോട്ട വായിക്കി ഒരു മാറ്റിയോ എന്നെനിക്ക് തോന്നി. കാരണം അതിൽ കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ആളുകൾ ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും എത്തുന്നില്ല ഈ പൊസിഷനിലോട്ട്. കാരണം അവർക്ക് ആർക്കും കളിക്കണ്ടെന്നുള്ളൊരു ഫീലാണ്. അതാണ് ഈ സീസൺ 6ൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം. കണ്ടന്റ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ മുന്നോട്ട് വരുന്നില്ല. വന്നാൽ തന്നെ അവരെ അടിച്ചിരുത്തി മാറ്റിയിട്ട് ഒരു യൂസ് ഇല്ലാത്ത ആളുകളെ അകത്തോട്ട് കയറ്റുന്നു. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരേഖയും ശരണ്യയും മാറിയിട്ട് വേറെ 2 പേരെ കയറ്റിയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയേനെ. ഒരു യൂസും ഇല്ലാത്ത 2 പേരാണ്. ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ് ശ്രീരേഖയും ശരണ്യയും. അപ്പോൾ അവർ 2 പേരും മാറിയിട്ട് വേറെ 2 പേരെ കയറ്റിയിരുന്നെങ്കിൽ പിന്നെയും എന്തെങ്കിലും നമുക്ക് പറയായിരുന്നു. ഇത് ശരണ്യ ഉറപ്പിച്ച് നിൽക്കുകയാണ്, ഞാൻ എന്തായാലും ഇറങ്ങില്ല എന്നുള്ള രീതിയിൽ. അവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ആ ഒരു കോൺവെർസേഷനിൽ പവർ ടീം ആരിറങ്ങും എന്നുള്ളൊരു കോൺവെർസേഷനിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗബ്രിയെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഋഷിയാണ് ഞാനവിടെ കണ്ടത്. ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരാളാണ്. ഗബ്രിയെ ആജന്മ ശത്രുവായിട്ട് കണ്ട ഒരു ആൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഗബ്രിയുടെ നല്ല രീതിയിൽ താങ്ങിക്കൊണ്ട് കിടക്കുകയാണ് ഗബ്രിയെ. അത് ഭയങ്കര ഈസിലി ഇൻഫ്ലുവൻസ് ആയി പോകുന്നൊരു ക്യാരക്ടറാണ് ഗബ്രി അല്ല ഋഷി. അപ്പോൾ ഋഷി ഗബ്രിയുടെ ഇൻഫ്ലുവൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഗബ്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. കഴിഞ്ഞ ദിവസം അൻസുബയായിട്ടുള്ള അടി, അൻസുബയുടെ ഒരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഋഷി. അൻസുബയായിട്ട് ഗബ്രി ഒരു അടി വന്നപ്പോൾ പോലും ഋഷിയുടെ പൊട്ടൻഷ്യൽ അവിടെ കണ്ടില്ല. ഋഷി അവിടെ ഒരു പിടിച്ചു മാറ്റി നിൽക്കുന്ന പോലെ ഒരു ന്യൂട്രൽ നിൽക്കുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഋഷിയുടെ ഒരു നിലപാടില്ലായ്മ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ജിൻഡോയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഗബ്രിയായിട്ടുള്ള ഒരു കോൺവെർസേഷന് ശേഷം ഇപ്പോൾ ജിൻഡോ ആണ് ഏറ്റവും വലിയ ടാർഗറ്റ് പുള്ളിയുടെ. അപ്പോൾ ആ ഒരു നിലപാടില്ലായ്മ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും അധികം നീണ്ടു പോകില്ല. ഈ ഒരു ഗെയിം സ്ട്രാറ്റജി പിടിച്ച് പോവുകയാണെങ്കിൽ അധികം നീണ്ടു പോകില്ല. പിന്നെ ഉണ്ടായിരുന്നത് പവർ ടീമിലോട്ട് കയറാനുള്ള 5 പേര് തമ്മിലുള്ള ഒരു മത്സരം. ആ ഒരു മത്സരം പറയുകയാണെങ്കിൽ വളരെ ബോർ മത്സരമായിരുന്നു. കാരണം ആദ്യം തന്നെ അവർ ജാസ്മിൻ്റെ അടുത്ത് പുറത്തളഞ്ഞു. അതൊരു ബുദ്ധിപരമായ നീക്കമാണ്, ഓക്കെ ശരി സമ്മതിച്ചു. രണ്ടാമത്തെ അതിൽ അവർ ജിൻഡോയെ പുറത്തളഞ്ഞു. ഒരു പവർഫുൾ ആയിട്ടുള്ള ആളുകളെ ആദ്യം തന്നെ പുറത്തളഞ്ഞു. പിന്നെ ഉള്ളത് സിജോ ആണ്. സിജോനെ അവർ തൂക്കി വെളിക്കാഞ്ഞു. അവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നത്, അതായത് യൂണിറ്റി വേറെ ആരും തമ്മിലൊരു യൂണിറ്റി ഇല്ലായിരുന്നെങ്കിൽ സായി നന്ദനെ തമ്മിലൊരു യൂണിറ്റി, അതായത് ഉള്ളിൻ്റെ ഉള്ളിലൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം പിടിച്ചു നിന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ വേറെ ആരെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ബുദ്ധി ഒന്ന് ഉപയോഗിച്ച് ജിൻഡോയും ജാസ്മിനോ അല്ലെങ്കിൽ ജിൻഡോയും സിജോനോ ആരെങ്കിലും ഇതേപോലെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ
പോയിരുന്നെങ്കിൽ അവസാനം വരെ എത്തായിരുന്നു. അവിടെ പറ്റിയതും ബാക്കി ആർക്കും ആ ഒരു കണക്ഷൻ ഇല്ലാണ്ട് പോയത് തന്നെയാണ്. സിജോനെ വലിച്ചു കയറി പുറത്ത് കളഞ്ഞു. സിജോ ആ തീപ്പൊരി കേസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സിജോന് ഒട്ടുമിക്ക കേസുകളിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. ഇപ്പോൾ സിജോന് പറ്റിയത് എന്ത് കേസ് പറഞ്ഞാലും അവസാനം തീപ്പൊരി ഈ ഒരു ഡയലോഗിലാണ് സിജോ പെട്ടുപോകുന്നത്. പിന്നെ നന്ദനയുടെ കേസ് പറയുന്നത്, നന്ദന അത്യാവശ്യം നന്നായിട്ട് സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല, കൊഞ്ഞനം കുത്തിയിട്ടാണെങ്കിലും ഓപ്പോസിറ്റ് നാളെ പുറത്താക്കുന്നുള്ള രീതിയിലായിരുന്നു നന്ദനയുടെ ഗെയിം. എന്തായാലും നന്ദന അതിൽ വിജയിക്കുകയും ചെയ്തു, തന്ത്രെ പാർട്ടി കയറുകയും ചെയ്തു. അപ്പോൾ ഈ വീക്കിലെ ക്യാപ്റ്റനും പവർ ടീമും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഈ വീക്ക് ഏത് ലെവലിൽ പോകും എന്നുള്ളൊരു കാര്യം, അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ച് വെച്ചാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനി കൂടുതലൊന്നും വെറുക്കാനൊന്നും ഉള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ബോറിംഗ് എപ്പിസോഡുകളായിരിക്കും ഈ വീക്ക് വരാൻ പോകുന്നത്. പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകൾ പോലെ ഇരിക്കും. ഇപ്പോൾ നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ബിഗ് ബോസ് പാവ വെച്ചുള്ള ടാസ്ക് കഴിഞ്ഞ സീസൺ 5 ഈ പരിപ്പിളക്കി വിട്ടിട്ടുണ്ട്. പാവയെ കണ്ടിട്ട് ബിഗ് ബോസിന് ഒരു സങ്കടം വന്ന ലെവലിലാക്കി വിട്ടിട്ടുണ്ട്. അവർ അമ്മാതിരി കളി കളിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ അവരെ എങ്ങനെ കളിക്കുന്നുണ്ട്, അവിടെ ജിൻഡോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായ ഒരു ഫിസിക്കൽ അസോൾട്ട് വിളിക്കുന്നുള്ള 100% ഉറപ്പാണ്. ഏറ്റവും സൂക്ഷിച്ച് കളിക്കേണ്ട ഒരാൾ ജിൻഡോആണ്. വേറെ ആര് ഫിസിക്കൽ അസോൾട്ട് എന്ത് ചെയ്താലും അത് ജസ്റ്റ് ഗെയിമായിട്ട് അവരെടുക്കും. പക്ഷേ ജിൻഡോൻ്റെ ഭാഗത്ത് നിന്ന് അറിയാണ്ടെങ്കിലും ഒരു കൈതട്ടെ മുട്ടേ ചെയ്ത് കഴിഞ്ഞാൽ അവരത് വലിയ ഇഷ്യൂ ആക്കും. കാരണം അത് ജിൻഡോ തന്നെ ഇന്ന് ജിൻഡോ ഋഷി തമ്മിലുള്ള ഇഷ്യൂവിൽ ജിൻഡോ പറയുന്നുണ്ട്, എല്ലാവരും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് എന്നെ മാത്രം പറയുന്നത് അഭിഷേക് ചെയ്തിട്ടില്ലേ, ഈ ഒരു കാര്യം എന്താണ് നിങ്ങൾ പറയാത്തതെന്ന് ചോദിച്ചാൽ കറക്റ്റാണ്. ജിൻഡോനെതിരെ വരുന്ന കാര്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്ത് വിടുകയും ജിൻഡോ ചെയ്യുന്നതെല്ലാം വലിയ ഇഷ്യൂ ആക്കി. അത് ബിഗ് ബോസ് കളിച്ചൊരു വലിയൊരു കളിയാണ്. അത് ജിൻഡോ അല്ല ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചതെന്ന് അറിഞ്ഞിട്ടും അത് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അവർക്ക് ഒരു ക്ലാരിറ്റിയോടുകൂടിയുള്ള ആൻസർ അവർക്ക് കൊടുത്തില്ല. ജിൻഡോ അല്ല എന്നുള്ളൊരു കാര്യം പറയുന്നെങ്കിൽ ഇത്രയും അയാൾ ജയിലിൽ കിടന്നു അതിൻ്റെ പേരിൽ, അയാൾ ഇപ്പോൾ നോമിനേഷനിൽ വന്നു അതിൻ്റെ പേരിൽ, പവർ റൂമിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു റീസൺ ആയിട്ട് അവർ യൂസ് ചെയ്തു. അയാൾക്കെതിരെ അതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല അതിൻ്റെ അകത്തുനിന്ന്. അതിന് 100 എപ്പിസോഡ് കഴിഞ്ഞാലും അത് ഈ ഹൗസിലുള്ളവർ അത് തന്നെ ജിൻഡോനെതിരായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നോമിനേഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നോമിനേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈഡായിട്ട് തന്നെ കിടക്കുന്നത്, പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ എലിമിനേറ്റ് പോകും. നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ സേഫ് സോണിൽ ഇരിക്കുന്ന ഒരു വീക്കാണ്. അതുകൊണ്ട് കണ്ടന്റ് തരുന്ന ആരെങ്കിലുമൊക്കെ പോകാനാണ്. കണ്ടന്റ് അങ്ങ് വാരിക്കോരി തരുന്ന ആരും അതിൻ്റെ അകത്തില്ല. കണ്ടന്റ് തരുന്ന ഉള്ളതിൽ തമ്മിൽ ഭേദമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ഈ വീക്ക് പോകാനാണ് ചാൻസ്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് വന്നിട്ടുണ്ട്, അൻസ്ബയും ഋഷി ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് സ്പ്ലിറ്റായി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിതിൽ കൂടുതൽ തോന്നുന്നത് അൻസിബ പോകാനാണ്. കാരണം അൻസിബക്ക് പുച്ഛമാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഓരോ തവണ സേവ് ആകുമ്പോഴും അൻസിബയുടെ മുഖത്തുനിന്ന് വൻ പുച്ഛഭാവം മാത്രമാണ്, ഒരു സന്തോഷമില്ലാണ്ട് പുച്ഛം വാരി വിതറുന്ന ഒരു അൻസിബയാണ് കണ്ടത്. അപ്പോൾ അതെന്തായാലും 2 വീക്ക് പ്രേക്ഷകർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീക്ക് ആ ഒരു പുച്ഛം കാണാൻ പ്രേക്ഷകർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അൻസിബയെ നോക്കിയെടുത്ത് പുറത്ത് കളയാൻ ചാൻസ് ഉണ്ട്. കാരണം അൻസിബ നല്ലൊരു പ്ലെയറാണ്, അത്യാവശ്യം നല്ല ബുദ്ധിപൂർവ്വം കളിക്കുന്നത്. അൻസിബയുടെ ഒറ്റ ഗെയിം കൊണ്ടാണ് കഴിഞ്ഞ ജയിൽ നോമിനേഷനിൽ നമ്മുടെ ജാസ്മിൻ അതിൻ്റെ അകത്ത് പോയി ലോക്കായത്. അത് അൻസിബയുടെ ഗെയിമാണ്. അപ്പോൾ അൻസിബയും കളിക്കുന്നുണ്ട്, കളിക്കാനൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തവർ പോകണമെന്ന് തന്നെ പറയണത്. ഇപ്പോൾ ആര് പോയാലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. എന്താണെന്ന് വെച്ചാൽ വീട് നിറച്ച് ഇപ്പോൾ 51 ദിവസമായിട്ട് വീട് നിറച്ച ആളുകളാണല്ലോ. പിന്നെ എപ്പിസോഡിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. അത് പറയുകയാണെങ്കിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള അടി, അത് ഒരു രക്ഷയില്ലാത്ത, ഇത് അവരുടെ അഭിനയമാണെങ്കിൽ അവർക്ക് 2 പേർക്കും ഒരു ഓസ്കാർ കൊടുക്കണം. അപ്പോൾ ഗബ്രി ജാസ്മിൻ്റെ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചത് ഗബ്രിയെ വെച്ച് ജാസ്മിനാണ് ഗെയിം കളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിനെ വെച്ച് ഗബ്രിയാണ് അതിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത്. നമ്മൾ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഗബ്രി പോയാലും ജാസ്മിൻ നിന്ന് കളിക്കും, പക്ഷേ ജാസ്മിൻ പോയാൽ ഗബ്രി ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നേരെ തിരിച്ചാവാനാണ് ചാൻസ്. കാരണം ഗബ്രി പ്യുവർ ഗെയിമാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഗബ്രി ഏത് അറ്റം വരെയും പോകും. ജാസ്മിൻ ഒഴിവാക്കാൻ നോക്കിയാലും ഗബ്രി തിരിച്ച് കയറി പോകുന്നത്, ഗബ്രിക്ക് അതൊരു കോണ്ടന്റാണ്. ജാസ്മിൻ എന്നുള്ള ഒരു കാര്യം ഗബ്രിക്ക് വേണം അവിടെ. പക്ഷേ അതേസമയം ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ജാസ്മിൻ്റെ പുറത്തുള്ള ചെക്കൻ എന്തായാലും പോയി എന്നുള്ള ജാസ്മിൻ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് പോയി എന്നാൽ ഇതെങ്കിലും കയ്യിലിരുന്ന് പോയി എന്നാൽ ഉത്തരത്തിലിരുന്ന് കിട്ടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ജാസ്മിൻ ഇപ്പോൾ നിൽക്കുന്നത്. ജാസ്മിൻ ഒരുപാട് കാല് പിടിച്ച് നോക്കുന്നുണ്ട്, നടക്കുമോ ഗബ്രി, നമുക്ക് പിടിച്ച് നോക്കിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു ലവ് ട്രാക്ക് പിടിക്കാന്നുള്ള രീതിയിലൊക്കെയാണ് നോക്കുന്നത്. പക്ഷേ ഗബ്രി ഓൺലി ബെനിഫിറ്റ്സ് മാത്രം മതി, എനിക്ക് വേറെ അതിന് മേലെ ഒന്നുമില്ല, ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള രീതിയിലാണ് ഗബ്രി ഇത് പിടിച്ച് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ളൊരു ടാഗ് ലൈൻ മാറ്റിയിട്ട് ഗബ്രിക്ക് ഒരു കപ്പ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഇപ്പോൾ അഖിൽമാരൊക്കെ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളെ ജയിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഗബ്രിയാണ്, ജാസ്മിൻ അല്ല. ഗബ്രി അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ജാസ്മിൻ അവർ സപ്പോർട്ട് കിട്ടി പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെല്ലാം ഫീലിംഗ് ആണ്, ഇതൊന്നും നമുക്ക് എവിഡൻസോട് കൂടി പറയുന്നതല്ല, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്ന അത്രേ ഉള്ളൂ. ജാസ്മിൻ എന്ന് ഗബ്രിയായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അടി വരുന്നു, അവരെന്ന് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്നു, അതുവരെ ഉള്ളൂ ജാസ്മിൻ്റെ ആയുസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ ടാസ്ക് കണ്ടിട്ട് ആരൊക്കെ ഫിസിക്കൽ അസോൾട്ടിൽ പുറത്ത് പോകും ആരൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.